നമസ്കാരം. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട ശശി തരൂരിനെ കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനാക്കാനുള്ള നീക്കങ്ങളാണ് വ്യാപകമായി നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താനും കെ മുരളീധരനും അടക്കമുള്ളവർ തരൂരിനെ വിമർശിച്ച് രംഗത്ത് വന്നതും. എന്നാൽ ഇത്തരം വിമർശനങ്ങളിൽ പ്രകോപിതനാകാതെ മൗനം പാലിക്കുകയാണ് തരൂർ. കോൺഗ്രസിൽ തുടർന്നുകൊണ്ട് തന്നെ മുന്നോട്ടു പോകാനാണ് അദ്ദേഹത്തിന്റെ നീക്കം. കേരളത്തിലടക്കം അദ്ദേഹം കൂടുതൽ സജീവമാകുമെന്നാണ് തരൂരിനെ അനുകൂലിക്കുന്നവർ വ്യക്തമാക്കുന്നത്. മതസാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള തരൂരിന്റെ ഈ നീക്കമാണ് തരൂർ നടത്തുന്നത്. മുമ്പൊരിക്കൽ ഈ നീക്കം തരൂർ നടത്തിയപ്പോൾ വലിയ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. കോൺഗ്രസ് വേദികളിൽ തരൂരിനി സ്ഥാനം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് സമുദായ സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കാൻ തരൂർ ശ്രമിക്കുന്നത്. ഇത് ഭാവിയിൽ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ വേണ്ടിയാണെന്ന ആക്ഷേപം പോലും സജീവമാണ്. മത സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉറപ്പാക്കിക്കൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകാനുള്ള നീക്കം തരൂർ ക്യാമ്പ് നടത്തുന്നു. വരുന്ന 25-26 തീയതികളിൽ കോട്ടയത്ത് നടക്കുന്ന CSI മധ്യ കേരള മഹാ ഇടവകയുടെ സംഗമത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്ന ശശി തരൂർ പാലാ രൂപതയുടെ ജൂബിലി സമാപന സമ്മേളനത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനും ജോസ് കെ മാണിക്കുമൊപ്പം വേദി പങ്കിടും. മതസാമുദായിക നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള തരൂരിന്റെ ഈ നീക്കം കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ വലിയ ആകാംക്ഷയ്ക്കാകും വഴി തുറക്കുക. പുകച്ച് പുറത്തു ചാടിക്കാനാവില്ലെന്ന നിലപാടിലാണ് ശശി തരൂർ. സ്വയം പുറത്തു പോകട്ടെ എന്ന നിലപാടിൽ പാർട്ടി നേതൃത്വവും. തരൂരിന്റെ തുടർ നീക്കങ്ങൾ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിയുമെന്ന വിലയിരുത്തലിൽ BJP കേന്ദ്രങ്ങളും. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ തരൂർ BJP പക്ഷത്തേക്ക് നീങ്ങിയാൽ അത് കോൺഗ്രസിന്റെ പ്രതീക്ഷകളെയാണ് ബാധിക്കുക. അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാർ തരൂരിന്റെ നീക്കത്തെ ആകാംക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. പാർലമെന്റ് സമ്മേളനം ആരംഭിച്ച വേളയിൽ ശശി തരൂരിന്റെ രാഷ്ട്രീയ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. തിരുവനന്തപുരത്തെ പാർട്ടി പരിപാടികളിൽ നിന്ന് ശശി തരൂരിനെ ഒഴിവാക്കുമെന്ന് കെ മുരളീധരൻ തുറന്നടിച്ചെങ്കിലും KPCC നേതൃത്വം ഔദ്യോഗികമായി കടുത്ത തീരുമാനങ്ങളിലേക്ക് കടന്നിട്ടില്ല. അതേസമയം ദേശീയത ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് നേതൃത്വവുമായുള്ള ഏറ്റുമുട്ടൽ തുടരാനുള്ള തീരുമാനത്തിലാണ് തരൂർ. തരൂർ ഒപ്പമില്ലെന്നും തലസ്ഥാനത്തെ പാർട്ടി പരിപാടികൾക്ക് ഇനി അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതില്ലെന്നും കെ മുരളീധരൻ തുറന്നടിച്ചെങ്കിലും വിഷയത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം മൗനം തുടരുകയാണ്. തരൂർ വിവാദങ്ങളിൽ ഹൈക്കമാൻഡിന്റേതാകും അന്തിമ തീരുമാനമെന്ന വിശദീകരണമാണ് നേതൃത്വത്തിന്റേത്. അതേസമയം ദേശീയതയുടെ പേരിൽ മോദി സ്തുതി നടത്തുന്ന ശശി തരൂരിനോട് ഇനി വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും. തരൂരിന്റെ പ്രസ്താവനകൾ പാർട്ടി നിലപാടിന് വിരുദ്ധം എന്ന് ഹൈക്കമാൻഡിന് ബോധ്യമുണ്ടെങ്കിലും പ്രവർത്തക സമിതി അംഗത്വം എടുത്തുകളയുകയോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്താൽ തരൂരിനത് രക്തസാക്ഷി പരിവേഷം നൽകുമെന്ന ആശങ്കയിലാണ് AICC നേതൃത്വം. തരൂർ വിവാദത്തിൽ പ്രകോപനപരമായ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളെ ഹൈക്കമാൻഡ് വിലക്കിയിരിക്കുന്നതും ഈ പശ്ചാത്തലത്തിലാണ്. തരൂരിനെതിരെ വിമർശനം കടുപ്പിച്ച് കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്ത് വന്നിരുന്നു. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തരൂരിനെ പങ്കെടുപ്പിക്കുന്നതിനെ എതിർത്തുകൊണ്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ രംഗത്തെത്തിയത്. യോഗത്തിൽ തരൂർ പങ്കെടുത്താൽ യോഗത്തിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുമെന്നും വിവരങ്ങൾ മോദിക്ക് ചോർത്തിക്കൊടുക്കുമെന്നും ആരോപിച്ചു. യോഗത്തിൽ പങ്കെടുക്കണമെങ്കിൽ തരൂരിന് അപാര തൊലിക്കെട്ടി വേണമെന്നും അദ്ദേഹം പരിഹസിച്ചു. തരൂരിന് സ്വയം കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകാം. കോൺഗ്രസ് പുറത്താക്കി രക്തസാക്ഷിയാകാൻ നോക്കേണ്ടതില്ല. ഇന്ന് തരൂരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം അതാണ്. എല്ലാവരും അത് ആഗ്രഹിക്കുന്നുവെന്ന് ഉണ്ണിത്താൻ പരിഹസിച്ചു. നേതൃത്വത്തെ കരിവാരിത്തേക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന തരൂരിനെതിരായ പ്രതിഷേധം MPമാർ യോഗത്തിൽ അറിയിക്കും. ജനത്തിന് വിശ്വാസമില്ലാത്ത തരൂരിന് സ്വന്തം പാർട്ടി രൂപീകരിക്കാനാവില്ലെന്നും ഉണ്ണിത്താൻ കൂട്ടിച്ചേർക്കുകയും ചെയ്തു.